രാഹുൽ മാങ്കൂട്ടം MLA വിഷയം വീണ്ടും കത്തിപ്പടരുകയാണ്. എങ്കിലും മാങ്കൂട്ടം MLA തൊട്ട് കൈപ്പൊള്ളിയ പിണറായി വിജയന്റെ പോലീസും ക്രൈംബ്രാഞ്ചും അടക്കം ഇപ്പോൾ കൈകൂപ്പി നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. സാധാരണ CPM പ്രവർത്തകരും റിപ്പോർട്ടർ അടക്കമുള്ള ചാനലുകളും പറയുമ്പോഴേക്കും ഇറങ്ങിത്തിരിക്കാൻ ഞങ്ങൾ ആളല്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന പോലീസ് സേന നൽകിയിരിക്കുന്നു. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഗർഭചിത്ര ആരോപണത്തിൽ ഇരയായ യുവതി വന്ന് രേഖാമൂലം പരാതി നൽകിയാൽ മാത്രം ഇനി മുന്നോട്ടു പോകാനാകുമെന്ന് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുകയാണ്. സ്ത്രീകളെ ശല്യം ചെയ്തതിന് സ്വമേധയാ എടുത്ത കേസിൽ പെൺകുട്ടിയുടെ മൊഴിയെടുത്തുവെങ്കിലും രാഹുലിനെതിരെ ഇതുവരെ ആ യുവതി പരാതി ഉന്നയിച്ചിട്ടില്ല, കൊടുത്തിട്ടില്ല. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ പോലീസിന് മുമ്പിലൂടെ നെഞ്ചും വിരിച്ച് നടക്കുന്നു. കേസെടുക്കാൻ അവർക്കായിട്ടില്ല. ഇനിയും അതേ തരത്തിൽ ഇത് മാറും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പോലീസ് കൈകൂപ്പി നിൽക്കുന്നത്. പുതിയ ശബ്ദരേഖകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ യുവതി പരാതിയുമായി എത്തുമോ എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ ഇപ്പോൾ നോക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ യുവനടി ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായി. യുവതിയെ ലൈംഗികമായി ഉപദ്രവിച്ച ശേഷം ഗർഭചിത്രം നടത്തിയെന്ന ആരോപണം ഉയർന്നു. അത് ഗുരുതരമാണ് എന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്തിട്ടും ഒരൊറ്റ പരാതി പോലീസിന് മുന്നിലേക്ക് എത്തിയിട്ടില്ല. ആരോപണം ഉന്നയിച്ചവരോ ഇരയാക്കപ്പെട്ടവരോ പോലീസിൽ വന്ന് പരാതി നൽകിയിട്ടില്ല. പോലീസ് തലങ്ങും വിലങ്ങും പാഞ്ഞതല്ലാതെ പിണറായി വിജയൻ നൽകിയ വാക്കിനൊരു മറുപടി കൊടുക്കാൻ പോലും പോലീസ് മേധാവികൾക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നാലെയാണ് DGPക്ക് ലഭിച്ച പരാതികൾ പരിശോധിച്ച പോലീസ് സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തതിന് സ്വമേധയാ കേസെടുത്തത്. അങ്ങനെ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തത് ഒരു MLA ആണെന്ന് വിശ്വസിക്കാൻ അത്ര പെട്ടെന്ന് സമൂഹം തയ്യാറായിട്ടുമില്ല. സ്വമേധയാ കേസെടുത്തത് ആരോപണം ഉന്നയിച്ച സ്ത്രീകളെ സമീപിച്ച് രാഹുലിനെതിരെ ഒന്ന് മൊഴി നൽകൂ, ഞങ്ങൾ രേഖപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പോലീസിന്റെ നീക്കം. പക്ഷേ ആരും തന്നെ രാഹുലിനെതിരെ മൊഴി നൽകിയിട്ടേയില്ല. ഗർഭചിത്രത്തിന് നിർബന്ധിച്ചതായി പറയുന്ന ശബ്ദരേഖയിലെ യുവതിയെയും പോലീസ് കണ്ടെത്തിയിരുന്നു. ഒരു വനിതാ IPS ഉദ്യോഗസ്ഥ യുവതിയിൽ നിന്നും നേരിട്ട് മൊഴിയെടുത്തുവെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതി എന്ന് പറയുന്നത് ഉന്നയിച്ചിട്ടേയില്ല. മൊഴിയെടുത്തതിന് ശേഷമാണ് രാഹുൽ വീണ്ടും പാലക്കാട്ട് സജീവമായതും CPMന്റെയും BJPയുടെയും ഇടയിലൂടെ നെഞ്ചും വിരിച്ച് നടക്കുന്നതും. ഇതൊന്നും കാണാൻ കഴിയാത്തവരാണ് ഇപ്പോൾ വീണ്ടും അതേ സംഭവമായി തെരുവിലിറങ്ങുന്നത് എന്നാണ് പോലീസ് തന്നെ പറയാതെ പറയുന്നത്. എന്നാൽ രാഹുലും പെൺകുട്ടിയുമായുള്ള ശബ്ദരേഖയിൽ ഏതെന്ന് സംശയിക്കുന്ന കൂടുതൽ ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് വലിയ ചർച്ചയായെങ്കിലും പോലീസിന് അനക്കമില്ല. ഈ സാഹചര്യത്തിൽ യുവതിയുമായി അന്വേഷണ സംഘത്തിലെ ചിലർ ബന്ധപ്പെട്ടിരുന്നു. അതും പിണറായി വിജയന് അടുപ്പമുള്ളവർ ആണ് എന്നാണ് പറയുന്നത്. പക്ഷെ പരാതിയുമായി യുവതി പോലീസിനെ സമീപിച്ചാൽ മാത്രമേ നിയമപരമായി മുന്നോട്ടു പോകാൻ ക്രൈംബ്രാഞ്ചിന് കഴിയുള്ളൂ. അല്ലെങ്കിൽ പണ്ടത്തെ പോലെ തന്നെ നാണം കെടുമെന്ന് ക്രൈംബ്രാഞ്ചും പോലീസും ഉറപ്പിച്ചിരിക്കുകയാണ്. മൊഴിയിൽ രാഹുലിനെതിരെ മൊഴി നൽകിയാൽ രഹസ്യമൊഴി രേഖപ്പെടുത്തും. ലൈംഗിക പീഡനം മാത്രമല്ല, നിർബന്ധിച്ചുള്ള ഗർഭചിത്രം എന്നാണ് ആക്ഷേപം. അതിനൊക്കെ ശിക്ഷ നൽകാൻ കഴിയണമെങ്കിൽ ആദ്യം പരാതി ലഭിക്കട്ടെ എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുകയാണ് ക്രൈംബ്രാഞ്ച്. വലിയ ശിക്ഷ ലഭിക്കാവുന്ന ആരോപണങ്ങളാണ് നേരിടുന്നത് എങ്കിലും യുവതി പരാതിയിൽ ഉറച്ചു നിന്നാൽ മാത്രമേ രാഹുലിന് എന്തെങ്കിലും കുരുക്ക് മുറുകയുള്ളൂ. പുതിയ സാഹചര്യത്തിൽ യുവതി രേഖാമൂലം പരാതിയുമായി പോലീസിനെ സമീപിക്കുമോ എന്നുള്ളതാണ് നിർണായകം. അല്ലെങ്കിൽ രാഹുലിനെതിരെ സ്വമേധയാ എടുത്ത കേസ് ക്രൈംബ്രാഞ്ചിന് തന്നെ വലിയ തിരിച്ചടിയാകും.